സെയിൻറ്റ് പോൾസ് ഇൻ്റർനാഷണൽ സ്കൂൾ കളമശ്ശേരിയിൽ വെച്ചിട്ട് കേരള ജീസസ് യൂത്ത് ടീൻസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. 9ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. മെയ് 10-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബിബിൻ, നമ്മുടെ ഈ സ്റ്റെപ്പ് 1 പ്രോഗ്രാമിനെ കുറിച്ച് ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം നൽകാനായിട്ട് സാധിക്കുമോ? ഇവിടെ ഇപ്പോൾ സെൻറ്റ് പോൾസ് കളമശ്ശേരി ഇൻ്റർനാഷണൽ സ്കൂളിലാണ് നമ്മളുള്ളത്. ഇവിടെ സ്റ്റെപ്പ് 1 പ്രോഗ്രാം നടക്കുകയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ിലോട്ട് കടക്കുന്ന 9th എൻട്രി സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാമാണ്. ഇവിടെ ഒരു 1003 ടീനേജേഴ്സും 400ഓളം വോളണ്ടിയേഴ്സും 23 സിസ്റ്റേഴ്സും 10ഓളം അച്ഛന്മാരും ഒരു 8-9ഓളം സീനിയർ ലീഡർഷിപ്പായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരുമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ പല ഗെയിംസിലൂടെയും കാര്യങ്ങളിലൂടെയും തിയേറ്റർ പെർഫോമൻസിലൂടെയും ആയിട്ടാണ് ഇവിടെ ഇവരുടെ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ ലീഡേഴ്സ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അവർക്ക് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 10ാം തീയതി മുതൽ 13ാം തീയതി വരെയാണ്, ഇന്ന് രാത്രി വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. കേരള ജീസസ് യൂത്ത് ടീൻസ് മിനിസ്ട്രിയുടെ ചാപ്പലിനച്ഛനായ ആനന്ദച്ചനോട് നമുക്കിതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. അച്ഛൻ്റെ ഒരു അനുഭവത്തിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അച്ഛൻ്റെ വിലയിരുത്തൽ? ടീൻസ് ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയാണ്. കാരണം വളർന്നു വരുന്ന യുവത്വത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആദ്യം ഈശോയെ കൊടുത്താൽ ഉറപ്പായിട്ടും അവർക്ക് ഈശോയെ അവർ കൊണ്ട് യുവത്വത്തിലേക്ക് പ്രവേശിക്കും. കൂടെ എപ്പോഴും അവർ ഈശോയെ ചേർത്ത് നിർത്തും. ഈശോ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ അവർ വിശ്വാസത്തിലൊക്കെ വളരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. പിന്നെ ഈ സ്റ്റെപ്പ് 1 ഇത് എനിക്ക് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ കണ്ട ഒരു കാര്യം, ഇത് ഈശോയെ ഒരു ആദ്യമായി ഒരു എൻകൗണ്ടർ, ജീസസ് എൻകൗണ്ടർ അവർക്ക് കിട്ടുന്നൊരു അവസരങ്ങൾ ഇവിടെ ഒരുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ലീഡേഴ്സും ഇവിടെ റിസോഴ്സ് വരുന്നവർ, ഓരോ സെഷൻസ് എടുക്കുന്നവർ, കുർബാനയും പാട്ടും എല്ലാത്തിലൂടെയും ഈശോയെയാണ് അവർക്ക് ഒരു അടുത്ത അനുഭവത്തിലേക്ക് കിട്ടുന്നത്. എനിക്കും ഈ ടീനേജേഴ്സും ലീഡേഴ്സും ഇവിടെ ജീസസ് യൂത്ത് വോളണ്ടിയേഴ്സും അവർ ഒത്തിരി എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ കുറേ കൂടി ഊർജ്ജസ്വലതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ഊണും ഉറക്കമൊക്കെ മാറ്റിവെച്ച് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആണ് ഈ പ്രോഗ്രാമിലൂടെ കണ്ട എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. കേരള ജീസസ് യൂത്ത് കൗൺസിലിൻ്റെ കോർഡിനേറ്ററായ മത്തായിയോട് നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം. സ്റ്റെപ്പ് 1 പ്രോഗ്രാം മൂവ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2004 ഏകദേശം 20ാമത്തെ വർഷമാണ് സ്റ്റെപ്പ് 1 പ്രോഗ്രാം ജീസസ് യൂത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു 2024 എത്തുമ്പോൾ ഈ സ്റ്റെപ്പ് 1 പ്രോഗ്രാം വഴി അനേകം യുവജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അനേകം ടീനേജേഴ്സിലേക്ക് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനും അവരിലൊരു ക്രിസ്തു അനുഭവം ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു പ്രോഗ്രാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് 1 പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു പ്രോഗ്രാമിനപ്പുറത്തേക്ക് ഇവരൊരു കൂട്ടായ്മയുടെ ഭാഗമാകുവാനും ആ ഒരു കൂട്ടായ്മകളിലേക്ക്, അത് അവരുടെ സ്കൂളുകളിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളാകാം, പാരിഷിലെ പ്രാർത്ഥനാ കൂട്ടായ്മകളാവാം, ഈ പാരിഷ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ അല്ലെങ്കിൽ സ്കൂളിലെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ അവർ വരികയും കർത്താവിനോട് കൂടെ ചേർന്ന് ഇനിയും വളരുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് 1 പ്രോഗ്രാമിനെ ജീസസ് യൂത്ത് മുന്നേറ്റം സഭയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 ദിവസം നീണ്ടു നിന്ന ഈ പരിപാടിയിൽ എന്തൊക്കെ സെഷനുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഇതിൻ്റെ എല്ലാമായ പ്രോഗ്രാം കോർഡിനേറ്റർ ബെന്റിലിയോട് നമുക്ക് ചോദിച്ചറിയാം. താങ്ക് യു സിസ്റ്റർ.
നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് ഒരു ഇനിഷ്യൽ എൻകൗണ്ടർ പ്രോഗ്രാമായിട്ടാണ്. ഒരു യങ് ഏജിൽ തന്നെ കർത്താവിനെ കണ്ടുമുട്ടാനും ആ ഒരു ദൈവാനുഭവം അനുഭവിക്കാനൊക്കെ ആയിട്ടും അതിലൂടെ അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കാനൊക്കെ ആയിട്ടും അത് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടും കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ടുമുട്ടൽ ഈ ഒരു സെഷനുകളിലൂടെ മാത്രമല്ല, തിയേറ്റർ പെർഫോമൻസുകളുണ്ടായിരുന്നു, അതേപോലെ തന്നെ മ്യൂസിക്കൽ നൈറ്റുകളുണ്ടായിരുന്നു, അഡോറേഷൻ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. നമ്മുടെ ജീസസ് യൂത്തിൻ്റെ ടീൻസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് സ്റ്റെപ്പ് 1 എന്ന പ്രോഗ്രാമിൽ കിച്ചണാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാലാ സോണിനാണ് ഇതിൻ്റെ ഫുൾ ചാർജ് കൊടുത്തിരിക്കുന്നത് എങ്കിലും നമ്മുടെ ജീസസ് യൂത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എല്ലാ സോണിൽ നിന്നുമുള്ള ആൾക്കാർ ഇവിടെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ കൂടെ ഒരു പോലീസുകാരൻ പ്രോഗ്രാമിൻ്റെ ആദ്യം മുതൽ ഇന്നിപ്പം ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇത്രയും സമയമായിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം, സാറിന് ഇതിലേക്ക് വരാനുണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ മൊത്തം ഇങ്ങനെ പങ്കുകൊള്ളാനായിട്ട് ഉണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നുവെന്ന്. ബാബു ചേട്ടാ, അപ്പം ഈ പരിപാടിയിലേക്ക് സാറ് ഇതിൻ്റെ ആദ്യം പോലെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ. അപ്പം എന്തായിരുന്നു ഇതിലേക്ക് സ്റ്റെപ്പ് 1 എന്ന പ്രോഗ്രാമിലേക്ക്? സാറിന് ഒരുപാട് തിരക്കുള്ള ആളാണ്, എങ്കിലും ആ ബിസി ഷെഡ്യൂളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വരാനുണ്ടായ ഒരു ദൈവാനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റും? ഞാൻ ചിൽഡ്രൻ ആൻഡ് പോലീസിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണുന്നുണ്ട് ഓരോ കുട്ടികളും ഇന്നത്തെ കാലഘട്ടത്തിൽ കൗമാരം എന്ന് പറയുന്ന ഒരു വിഭാഗം വല്ലാതെ പ്രതിസന്ധി നേരിടുകയാണ്. അവരുടെ വളർച്ചയുടെ പാതയിൽ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടുന്നത്. ഒന്ന് മയക്കുമരുന്നിൻ്റെ ഉണ്ട്, തെറ്റായ ബന്ധങ്ങളുടെ ഉണ്ട്, ഫോൺ സ്ക്രീൻ അഡിക്ഷൻസ് ഉണ്ട്, പലതരത്തിൽ അസ്വസ്ഥമാണ്. ഒപ്പം തന്നെ അവരുടെ പല കുടുംബങ്ങളും പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഒരു നന്മയുടെ പാതയിലേക്ക് വരിക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് പോലും ഈ വളർന്നു വരുന്ന ഈ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ നന്മ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം 9ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ പോലും 1150 1200ഓളം കുട്ടികളാണ് അറ്റൻഡ് ചെയ്യണമെങ്കിലും മിനിമം 1200 കുടുംബങ്ങളിലേക്കെങ്കിലും നമ്മൾ ഈ കുട്ടികളിലൂടെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകാനായിട്ടാണ് അതാണ് ഇതിൻ്റെ വലിയ മറ്റൊരു തലത്തിലുള്ളത്. ഒപ്പം ഇവർ ഓരോ ഇടവകയിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ ഒരു നന്മയുടെ തിരിച്ചറിവോടുകൂടി സമൂഹത്തിലേക്ക് ഇവർ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരായിരിക്കുന്ന സമൂഹത്തിലും ഒരു നന്മ വിതയ്ക്കാൻ, ഒരു നല്ല പൗരബോധത്തോടുകൂടി നീതിയോടും കാരുണ്യത്തോടും കൂടി ഇടപെടുന്ന ഒരു വളർന്നു വരുന്ന ഒരു നല്ല വ്യക്തിത്വങ്ങളായിട്ട് ഇവർ ഓരോരുത്തരും മാറും. അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ദിവസങ്ങളിൽ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഞാൻ പരമാവധി സമയം ഇവരുടെ കൂടെ ആവാനായിട്ട് ശ്രമിക്കുന്നത്. സാറേ, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. സാറിന് ഈ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലേക്ക് വരാനുണ്ടായ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? അതെങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത്. ഞാൻ ജീസസ് യൂത്ത് കൂട്ടായ്മയിലേക്ക് വന്നത് 96-97 കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ ഈ ജീസസ് യൂത്തിൽ വളരെ സജീവമായിട്ടുള്ള എഡ്വേർഡ് എടയെഴുത്ത് സാറൊക്കെ എന്നെ കാണാനും എന്നെ ആ കൂട്ടായ്മയിലോട്ട് വളരെ സ്നേഹപൂർവ്വം എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അന്ന് തുടങ്ങി ഞാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഞാനിതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന കഴിവും ആ സാധ്യതകളും എല്ലാം സമൂഹത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ചെലവഴിക്കാനുള്ള ഒത്തിരി സാധ്യതകൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന, വളർത്തുന്ന എല്ലാ തരത്തിലുമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉള്ള വളരെ ഏത് തലത്തിലാണെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഈ ഒരു മൂവ്മെൻറ്റിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവ്മെൻറ്റിൽ നിൽക്കുന്നതും. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം ജീസസ് യൂത്തിൽ വന്നിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകാനായിട്ട് സാധിക്കുമോ?
ജീസൂത്തിലായിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമും ഓരോ അനുഭവമാണ് എന്നുള്ളതാണ്. ഒത്തിരി പഠിക്കാനുണ്ട്. ദൈവം നമ്മളെ സജീവമായി ഇന്നും കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളാണ് ഓരോ ദിവസവും ഉള്ളത്. ഓരോ കുട്ടികളുടെയും ജീവിതത്തിൽ കാണുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നു, നമ്മുടെ ചൈതന്യത്തെ വളർത്തുന്നു. പലതും ഓരോ ദിവസവും കാണുമ്പോൾ ഇവിടെ ആണെങ്കിലും ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ചുറ്റിനും നോക്കിയാൽ അറിയാം, ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളാണ് ഗ്രൂപ്പ് ലീഡേഴ്സായിട്ടുള്ളത്. ഇവരിലൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഇവരിലൂടെ എത്രയോ കുട്ടികൾക്കാണ് എത്രയോ മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ഞാൻ 96, 97 മുതൽ ഈ മൂവ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ കാണുന്നു, എന്നെ വളർത്തുന്നു, എന്നെ നയിക്കുന്നു എന്നുള്ളതാണ് സത്യം. ബാബു സാറിനെ കേട്ടു. സാറിങ്ങനെ പറയായിരുന്നു, സാറിൻ്റെ ഇത്രയും ബിസി ഷെഡ്യൂളായിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ കൂടി യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പകരാനുള്ള ആ സാറിൻ്റെ തീഷ്ണത മൂലം സാറിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച്. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണിയും ചിക്കനുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചായയുടെ കാര്യങ്ങളൊക്കെ ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഇതാ വൈകുന്നേരത്തേക്കുള്ള കറിയെല്ലാം റെഡിയാകുന്നു, മുട്ടത്തോരൻ റെഡിയാകുന്നു. അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ഒന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തിരക്കുണ്ട്, ജോലിയുണ്ട്, ക്ലാസ്സുണ്ട്, എങ്കിൽ പോലും നിങ്ങൾ ഈ പരിപാടിയെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുമോ? ഇത് ഈ ഒരു ശുശ്രൂഷയാണെ പോലും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ ലൈഫിൻ്റെ പാർട്ട് തന്നെയാണിത്. ഇപ്പം ജോലിയുണ്ട്, പഠിത്തമുണ്ട്, അതൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം ഒരു ദിവസം ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയാലും ഞങ്ങളിത് ഒത്തിരി മിസ് ചെയ്യും. ഇപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ സ്കൂളിൽ കുറച്ച് ദിവസം അവധിയായിട്ട് വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ കൂട്ടുകാരെ മിസ് ചെയ്യുന്നത് പോലെ തന്നെ ജീസസ് യൂത്തിൻ്റെ പരിപാടികൾക്കൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ഈശോയുടെ കൂടെ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പ്രോഗ്രാം കൂടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അവർ ഞങ്ങളെ കാണുന്നില്ല, പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിലൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു ശുശ്രൂഷ ഈശോയ്ക്ക് വേണ്ടിയിട്ടും ആ ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആൺമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഈ 2-3 ദിവസം ഇവിടെ വന്നപ്പോഴും ഞാൻ കാണുന്നുണ്ട് ഈ സന്തോഷത്തോടുകൂടി ഈ ചിരി അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് മെറിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അയ്യോ സിസ്റ്ററെ, വീട്ടിലിങ്ങനെ വലിയ പണിയൊന്നും എടുക്കുന്നില്ല, പക്ഷേ ഇവിടെ വന്ന് എല്ലാവരും കൂടെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടി രസമാണ്. ഇവിടെ നമ്മുടെ കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെയായിട്ട് അന്താക്ഷരി കളിക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു. ജോലിയാണെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കിട്ടുന്ന ഒരവസരം, അല്ലെങ്കിൽ പാട്ട് പാടാനായിട്ട് കിട്ടുന്ന അവസരം നമ്മൾ ശരിക്കും അത് ജോലി എന്നുള്ള ഒരു ഇതിലൂടെ മാത്രം കൊണ്ടുപോകാതെ അതിൻ്റെ ഇടയ്ക്കൂടെയും പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു. അച്ഛൻ്റെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാവോ? ഈ സ്റ്റെപ്പ് 1 അച്ഛൻ വരാനുണ്ടായ ഒരു സാഹചര്യവും അച്ഛന് ഇവിടെ വന്നിട്ടുള്ളൊരു അനുഭവവും. ഞാൻ വരാനുണ്ടായ സാഹചര്യം നമ്മുടെ സോണിലുള്ള ക്യാമ്പസിലെ ടീമുകളെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. കുടുംബസാരമുണ്ട്, പിന്നെ 2 ദിവസം സഹായിക്കാമെന്നൊക്കെ ഓർത്ത്. പിന്നെ ഇന്നും നാളെയും വേറെ പരിപാടികളുണ്ട്, അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ, വന്നിട്ടുള്ളൊരു അനുഭവം നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരിലും കാണുന്നുണ്ട്. അത് വോളണ്ടിയർസ് തൊട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസ് വരെയുള്ള എല്ലാവർക്കും അതുണ്ട്. അപ്പോൾ അവർ ആദ്യത്തെ ഫസ്റ്റ് ഡേ പോലെ അല്ല ഇന്ന് കാണുക. ഇനി ഇന്നത്തെ സർവീസ് കൂടെ കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു ടോട്ടൽ ചേഞ്ച് വരും. അത് നമ്മുടെ അവിടെ നിന്ന് ഒരു ഇൻ്റർസെക്ഷനിൽ നിന്നുള്ള വരുന്നൊരു ട്രാൻസ്മിഷനാണ് ഇങ്ങോട്ട്. അവിടുന്ന് പവർ ഹൗസിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു എനർജി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കർത്താവ് എല്ലാവരിലും ഇടപെടുന്നു. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും മനോഹാരിതയായിട്ടുള്ളത്.